Pastor, I have a question for you. Reading the Bible is said to be one of the most important aspects of a Christian life. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു തലമുറയിൽ we find it really hard. We struggle to read the Bible. ഇങ്ങനത്തെ ഒരു ചാലഞ്ചിനെ ഞങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യണം? And we struggle to read the Bible is because we approach it from a legalistic view. Legalistic view എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബൈബിൾ വായിച്ചില്ല എങ്കിൽ എന്നെ ദൈവം ശിക്ഷിക്കുമോ, ഞാൻ ബൈബിൾ വായിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ പോകുന്ന വഴി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? കാരണം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്, ദൈവകോപം എൻ്റെ പേരിൽ വരുമോ എന്നുള്ളത്. അതാണ് ഈ തലമുറ മൊത്തം കണ്ടുവച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, നമ്മുടെ പാരൻസ് ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പാരൻസ് ഉടനെ നമ്മുടെ അടുത്ത് വന്ന് പറയാം, നീ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വരെ പോകണം. നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്ലാൻസുമായിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് യു ആർ ബീങ് എൻഫോഴ്സ്ഡ് ടു ഡു സംതിങ്. ഇതുപോലെ ബൈബിൾ നമുക്ക് വരുന്നത് എൻ്റെ മേലിൽ നിന്ന് എൻഫോഴ്സ് ചെയ്ത് വരുന്നത് പോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിനോട് ബൈബിളിനോടൊന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്തത്. As you read in John 1:1, in the beginning was the Word was with God, and the Word was God, which means the Word was God. Each time you come to the Word, you are dealing with the person himself. Each time you come to the Word, നീ ദൈവത്തിന്റെ അടുത്താണ് വരുന്നത്. The Word was God. അപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ നീ ദൈവത്തിന്റെ മുമ്പിലാണെന്നുള്ളൊരു നല്ലൊരു ബോധ്യത്തോടെ നമ്മൾ വരുമ്പോൾ you will definitely get the answers to all your questions over there. അപ്പോൾ നമ്മൾ വചനത്തിനടുത്ത് വരുമ്പോൾ ഞാൻ ദൈവത്തിന് മുമ്പിലാണ് വരുന്നത്. ഐ എം കമ്മിങ് വിത്ത് ദ പേഴ്സൺ, ഐ എം എൻകൗണ്ടറിങ് ദ പേഴ്സൺ. അവിടെ ബൈബിളിനടുത്ത് സ്നേഹത്തോടു കൂടെ വരുമ്പോൾ എനിക്ക് ആ ലവ് കിട്ടുന്നു, എന്നോട് ദൈവം സംസാരിക്കുന്നു, ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. This is the way you should come to the word, coming to the person. Amen.